നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സ് ആണ് കേട്ടോ. അവരെന്താണ് ഇപ്പോൾ കറൻറ്റിലി അവർക്ക് ഫീലിംഗ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു അവസ്ഥയും പ്ലസ് അവർ നിങ്ങളുമായിട്ട് എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്നുമാണ് നമ്മൾ കറൻറ്റിലി നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ, ഓരോ വ്യക്തികൾക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടൊരു മറുപടി ലഭിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്കേജിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും സാധ്യമാവുമെന്ന് വരില്ല. അപ്പോൾ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ റീഡിങ്സിന് എനർജി കണക്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് കടന്നു പോയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ചോദ്യത്തിന് മറുപടി ലഭിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും റീഡിങ്സ് എടുത്ത് നോക്കുക. പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്ന ബ്ലോക്കേജുകൾക്ക് കാരണം മറ്റാരുടെയെങ്കിലും പ്രസൻസ് ആണോ, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ കർമ്മയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന എനർജിയാണോ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പ്രസൻസും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും ഒക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതിലേക്ക് കണക്റ്റഡ് ആവാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ അഫർമേഷൻസ് എഴുതണം. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ ഹീലാവണം. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന മെഡിസിനാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് കുറേ മെഡിസിൻ നമ്മൾ മേടിച്ച് കഴിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനും ഉണ്ട് മെഡിസിൻ കൊടുക്കേണ്ട, ഒരു ചികിത്സയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് റൈറ്റ് ഹീലിംഗ്. ഇടയ്ക്കൊക്കെ നമുക്കിപ്പോൾ നല്ല രീതിയിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ പൊടിയായിട്ടൊക്കെ മനസ്സിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയിട്ട് സഡൻ കത്തിച്ചങ്ങ് കളയുക. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് കുടിച്ച് ഒന്ന് ഫ്രഷ് ആവുക. തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സ് ശാന്തവും ശുദ്ധവുമായിട്ട് മാറും. പ്ലസ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് അഫർമേഷൻസ് എഴുതണം. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കാനാണ് അഫർമേഷൻസ്. അത് റിലേഷൻഷിപ്പിന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ആസ്വദിച്ച് ഇമാജിൻ ചെയ്ത് ആ ഒരു ലോകത്തൂടെ കടന്നു പോകുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതിക്കേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ 100% മാറുകയും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും മിറാക്കിൾ സംഭവിക്കും. അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ പറഞ്ഞേ, എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും മിറാക്കിൾ സംഭവിക്കുന്നു, എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും മിറാക്കിൾ സംഭവിക്കുന്നു, എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ശക്തമാണ്, എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ശക്തമാണ്, ഞാൻ പവർഫുള്ളായൊരു സോൾ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള ചില പോസിറ്റീവായ വേഡ്സുകൾ നിങ്ങൾ ഡെയിലി ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ജോലികൾ ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് തന്നെ അത്ഭുതകരമായിട്ട് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും എന്താണോ ഓവറായിട്ട് ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവാകുന്ന വ്യക്തികൾ, സിറ്റുവേഷൻസുകളെല്ലാം നമ്മളിലേക്ക് കണക്റ്റഡ് ആകും. നമ്മൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കുറച്ച് സമയം നമ്മൾക്കൊരു ടൈം കൊടുക്കണം എല്ലാത്തിനും, അല്ലേ? ഒരു സമയം നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും ആ പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്കൊന്ന് മാറാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ മോശമായ ഒരു സിറ്റുവേഷൻസിൽ വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചേഞ്ച് ആവുക എന്നത് അസാധ്യമാണ്. നമ്മളത് പതുക്കെ 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ട് മാറി വരണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. പണത്തിനെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുക. പണത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുക. ഒരു ബുദ്ധിമുട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഭാരം പോലെ പണത്തെ കാണരുത്. പണമെന്ന് പറയുന്നത്, ഫിനാൻസ് എന്ന് പറയുന്നത് വെറും സിമ്പിളായിട്ട് അതൊരു എനർജിയാണ്, ഒരു ഊർജ്ജമാണ്. അതിനെ നമ്മൾ ശ്വാസം വിടുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ആ ഒരു എനർജീനെ നമ്മൾ കാണുന്നില്ല.
അത്രയ്ക്ക് സ്മൂത്താണ്, അത്രയ്ക്ക് ഭാരം കുറഞ്ഞ ഒന്നാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പണത്തിൻ്റെ എനർജിയും. അതും നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുക, പോസിറ്റീവായിട്ട് കൊടുക്കുന്നതിലും സന്തോഷിക്കുക, ലഭിക്കുമ്പോഴും സന്തോഷിക്കുക, ഇനിയിപ്പം നഷ്ടം സംഭവിച്ചാലും സന്തോഷിക്കുക, ആസ്വദിച്ച് തന്നെ അതിനെ കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അത് വളരെ ശക്തമായിട്ട് വന്നു ചേരുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കറൻറ്റ് ഫീലിങ്സ്, അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുകയാണ് കേട്ടോ. അവരൊരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിലധികം പ്രശ്നങ്ങളെ ഇപ്പോൾ കറൻറ്റിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ എനർജിയാണ് കേട്ടോ. അവരുടെ മനസ്സിൽ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതാവാം. കറൻറ്റിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചൊരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. മറ്റു വ്യക്തികളോട് അവർ ചിലപ്പോൾ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ ചെറിയ വീഴ്ചകളും നഷ്ടങ്ങളും ഒക്കെ അവർ കറൻറ്റിലി നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. ഇതിൻ്റെ എല്ലാം അപ്പുറം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു ഫയർ എനർജിയാണ്, ശക്തമാകുന്ന ഒരു ശുദ്ധീകരിച്ച സക്സസ് ആണ്. അതായത് പിന്നെ അതിനകത്തൊരു കർമ്മ ഇല്ലാത്ത രീതിയിൽ, കാർമിക് എനർജി ഇല്ലാത്ത രീതിയിൽ എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ മനസ്സോടുകൂടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് കറൻറ്റ്ലി അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ സൺ എനർജിയും വന്നതുകൊണ്ട് ഈ ഡബിളിനെ ആ ഒരു സിറ്റുവേഷൻസിനെ അവർ മറികടക്കും. അവരുടെ ലൈഫിലെ ഏത് പ്രശ്നങ്ങളെയും അവർ മറികടക്കും. അവരിങ്ങനെ ഒരു എന്താ പറയുക, അവിടെ അഡിക്ഷനിൽ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ബെർഡൻ ഉണ്ട്, അവർ ഭയപ്പെടുന്നുണ്ട്. അവരുടെ സാഹചര്യത്തെ നേരിടാൻ പറ്റുമോ, അവർ വിജയിക്കുമോ, അവർ ആക്ഷൻ എടുക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ ഭാരം ചുമക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. കൂടാതെ തന്നെ അവരുടെ ലൈഫിൽ അവർ പ്രഷ്യസ് ആയ ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ മനസ്സിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ വളരെ ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് എനർജിയിലൂടെ പോവുകയാണ്. ഒരു പക്ഷേ അവരുടെ മനസ്സ് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് അവരവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈഗോയെ, അവരിലുള്ള ആ ഒരു നെഗറ്റീവ് വശത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അത് അവർക്കൊരു ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും അവർക്ക് സ്വയം കൊടുക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള ഒരു സിറ്റുവേഷൻസുമായിട്ട് അവർക്ക് സഹകരിച്ച് പോകാൻ പറ്റുന്നില്ല. ഒരിടത്തും അവർക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവർ ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തൊടുന്നതെല്ലാം പ്രോബ്ലംസിലേക്കാണ് ചെന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സ്ട്രഗിളും മെൻ്റൽ സ്ട്രഗിളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നാനാ മാർഗങ്ങളിലും അവർക്ക് ബ്ലോക്കാണ് സംഭവിക്കുന്നത്. ശരിക്കും അവർക്കിനി എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന പലയിടത്തും അവർക്ക് തിരിച്ചടി ലഭിക്കുന്നുണ്ട്. അവരുടെ ശത്രുക്കളോടൊപ്പം അവർ കണക്റ്റ് ചെയ്ത് കടന്നു പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു റിലേഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. നിങ്ങളുടെ ബന്ധം, നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം മനസ്സിലൂടെ മാറി തിരിഞ്ഞ് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു അട്രാക്ഷൻ, വളരെ ശക്തമാകുന്ന ഒരു അഡിക്ഷൻ ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസംബർ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതിൽ എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് അവരുടെ ഈ ഒരു പ്രോബ്ലംസിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് നൽകിയ ഒരു സ്നേഹം, നിങ്ങൾക്ക് നൽകിയ ഒരു കപ്പ് ഓഫ് ലവ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളും അവരുടെ ഉള്ളിലൂടെ ഊരിത്തിരിഞ്ഞ് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഇമോഷണൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അടുപ്പം നിങ്ങളോട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഈ ഒരു പ്രോബ്ലംസും ഇവർ ഫൈറ്റിംഗ് ചെയ്യുന്ന ഈ ഒരു ലൈഫിലെ ഒരു സ്ട്രഗിളിങ്ങിനോടൊപ്പം തന്നെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കുറച്ചൊക്കെ നോക്കുമ്പോൾ ഒരു സ്തംഭന അവസ്ഥയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു
ഉറച്ച തീരുമാനങ്ങളൊന്നുമില്ല, ഒരു സ്റ്റക്നെസ് ആണ്. കാരണം അവർക്ക് മുന്നോട്ടേക്ക് പോകണം, മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവരങ്ങ് സ്റ്റക്കായിട്ട് പോകുന്നൊരു സിറ്റുവേഷൻസ് ആണ്. അതായത് അവർക്ക് ഒരു പക്ഷേ പാസ്റ്റിൽ അവരുടെ ചില എനർജികളാവാം, അതല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെ ഒരു വിശ്വാസക്കേട്, ഒരു എന്താ പറയുക, ഒരു റോങ് ഫീലിങ്സ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാടുള്ള പേഴ്സണാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയും പോലെ എപ്പോഴും പ്രഷ്യസ് ആയൊരു മൈൻഡ് സെറ്റോട് കൂടി കടന്നു പോകുന്ന വ്യക്തിയുമാണ്. ആരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കും മുമ്പിൽ ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും മറ്റൊരാൾക്ക് മുമ്പിൽ പിടികൊടുക്കുന്ന ഒരു ക്യാരക്ടറുമല്ല. ശരിക്കും ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ നല്ല പോലെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അതെല്ലാം ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഫലമായിട്ടാണ്. ഈ വ്യക്തിയിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ മാറിത്തിരിഞ്ഞ് പല രീതിയിൽ ഈ വ്യക്തിനെ ഫോക്കസ് ചെയ്ത് ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൺ ശരിക്കും ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പലയിടത്തും ഈ വ്യക്തി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ ഈ ഒരു വ്യക്തി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വെച്ച് നമുക്ക് നോക്കുമ്പം പറയാൻ സാധിക്കുന്ന ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് വളരെയധികം കംഫോർട്ടായിട്ട്, അതായത് വലിയ പ്രശ്നങ്ങളില്ലാതെ ആ വ്യക്തി നിൽക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം തേർഡ് പാർട്ടി പ്രസൻസ് ആണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഈ വ്യക്തി ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ തടസ്സമായിട്ട് ഒരു സ്തംഭന അവസ്ഥ കൊടുക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കേട്ടോ. തേർഡ് പാർട്ടീനെ ബാലൻസ് ചെയ്യേണ്ടി വരുന്നു. തേർഡ് പാർട്ടീനെ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റാത്ത വിധം ഉള്ള ഒരു എനർജി കണക്റ്റഡ് ആണ്. ഒരു പക്ഷേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികപരമാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ സപ്പോർട്ടോ കണക്റ്റഡ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു എനർജിയെ വെച്ച് നോക്കുമ്പം നിങ്ങളിലേക്ക് വരിക എന്ന ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ ഒരു പേഴ്സണ് സംഭവിക്കുന്നത് തേർഡ് പാർട്ടിയെ ബാലൻസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയെ വല്ലാതെ സ്ട്രെസ് എനർജിയിലേക്ക്, ടെൻഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന, ഒരു സമാധാനം കിട്ടുന്നില്ല. ശരിക്കും അവർക്കതൊരു തെറ്റാണ്, അവർ ചെയ്യുന്നത് പാവമാണല്ലോ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വല്ലാതെ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടി ഒരു പക്ഷേ അവരെ ഒരു സമയത്ത് പിടിച്ചുയർത്തിയതായിരിക്കും, അവരെ ഒന്ന് കരകയറ്റിയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന സപ്പോർട്ട് കൊടുത്തൊരു മെൻ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യലി കൊടുത്തതിനോടൊപ്പം തന്നെ. അതുകൊണ്ട് അവിടെ ഒരു തെറ്റ് ചെയ്യുക എന്നത് ഇവർക്കൊരു കുറ്റബോധം പോലെ, അതൊരു വല്ലാത്ത ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടീനെ ഒഴിവാക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയോട് അതൊരു വലിയ പാവമായിട്ട് കാണുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട. കാരണം അവിടെ അവർക്കിടയിലുണ്ടായ ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകളാണ് ആ ഒരു ചിന്തയ്ക്ക് കാരണമാകുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ച് ഇവർ കുറച്ചൊന്ന് അഹങ്കരിച്ചിരുന്നു. ഇപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ച് നല്ലതും ചീത്തയും പാവവും എല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങി. പക്ഷേ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പം ഇവിടെ പറയാൻ പറ്റുന്നത് അവർക്കൊന്നും ചെയ്യാൻ വയ്യാതെ സ്റ്റക്കായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണേലും 8 of Wands എനർജിയാണ്. ആക്ഷൻ എടുക്കണം, കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണണം, ആക്ഷൻ എടുക്കണം. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾക്ക് ഒരു തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അവിടെ ഒരു ജസ്റ്റിസ് എനർജിയുടെ ആവശ്യം തന്നെയാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കും നീതി നൽകേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലോക്കിംഗ് ആണെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷൻസിൽ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലാണെങ്കിലും അവരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അവരതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം ഈക്വലായിട്ട് സമാധാനപരമായിട്ട് കടന്നു പോകണം. തടസ്സങ്ങളും പ്രശ്നങ്ങളും എന്താ പറയുക, ഫൈറ്റിങ്ങുകളും ഉണ്ടാവാതെ പോകണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 of Wands എനർജി വന്നിട്ടുണ്ട്. ബെർഡൻ ആണ് കേട്ടോ, വളരെ ശക്തമാകുന്ന ഒരു ബെർഡൻ ഇതിനിടയിൽ കടന്നു കൂടിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഭയപ്പെടുന്നുണ്ട് പല കാര്യങ്ങളെയും.
ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റിൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരുപാട് ഇടങ്ങളിൽ നിന്നും ഇവർ പ്രതീക്ഷിച്ച്, ഇവർ വിശ്വസിച്ച് ചേർത്ത് നിർത്തിയ പലയിടത്തു നിന്നും ഇവർക്ക് പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇവർ ആഗ്രഹിക്കാത്ത ചില വ്യക്തികളോട് ഒരുമിച്ച് ലൈഫിൽ മുന്നോട്ട് പോകേണ്ടി വന്ന, അസംതൃപ്തിയോടുകൂടി മുന്നോട്ടേക്ക് പോകേണ്ടി വന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അതൊരു പാർട്ട്ണർ എനർജി ആവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാവാം. മനസ്സിന് സംതൃപ്തി ഇല്ലാതെ ഒരു ഭാരം ചുമന്നു പോകേണ്ടി വന്ന സിറ്റുവേഷൻസും ഇവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ പെട്ടുപോവുകയോ ട്രാപ്പിലാവുകയോ ചെയ്തതായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള ഒരു ചിന്തയിൽ ഒരു ബർഡൻ ഉണ്ട്. ഇനിയും വരുന്നത് എന്താണ്, എൻ്റെ ലൈഫിൽ എപ്പോഴും ട്രാജഡികളാണല്ലോ, ഇനിയും അങ്ങനെയാണോ വരുന്നതെന്നുള്ള ഒരു ചിന്തയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലസ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുക്കണമെന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുൻ സമയങ്ങളിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ ഒരു മട്ടിലാണ് നിന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു റിസ്ക് എടുത്താലോ, അല്ലെങ്കിൽ അത് എടുക്കണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നിങ്ങളോട് വല്ലാതെ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ വാല്യൂ അവർ കറൻറ്റ്ലി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെയും കിങ് ഓഫ് കപ്സിൻ്റെയും എനർജി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് റീയൂണിയൻ പ്രസൻസിന് ബേസ് ചെയ്ത്. അതായത് മുൻ സമയങ്ങളിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ഒരു പരീക്ഷണ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പരീക്ഷണ കാലഘട്ടം കറൻറ്റ്ലി അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രഷ്യസ് ആണ്, പൂർണ്ണമാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലൂടെ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന പുരോഗതി അവർ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു പ്രഷ്യസ് എനർജിയിലേക്ക് അവർ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് പാസ്റ്റിൽ അവർ തന്നെ നൽകിയതുപോലെ വീണ്ടും നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് വരണം എന്നവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം, അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നുള്ളൊരു ഫീലിങ്സ്. അതായത് അവർക്ക് പകരം നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന ആ ഒരു ചിന്ത അവരെ വല്ലാതെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്താണേലും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ്, നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണോ ഈ വ്യക്തിയെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ വ്യക്തിക്കുള്ള ഒരു വാല്യൂ എന്താണോ അത്രയും വാല്യുബിൾ ആകുന്ന ഒരു ഫീലിങ്സ് അവർക്കും ഇപ്പം നിങ്ങളോട് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഒരു പക്ഷേ മനസ്സുകൊണ്ടാവാം, ശരീരം കൊണ്ടാവാം, നിങ്ങൾ കുറച്ച് അകന്നുപോയി. നിങ്ങൾക്കുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായപ്പം അതൊരു ലോങ് ഡിസ്റ്റൻസ്, വളരെ അകലമായി പോയി നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു എനർജി എന്നാണ് കാണുന്നത്. അവിടെ നിന്നും പതുക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് കറക്റ്റ് ചെയ്ത് വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കമാണ്, ഒരു ഗ്രോത്താണ്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഡബിൾ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങളോട് വെറും ഒരു അഡിക്ഷൻ മാത്രമായിരിക്കാം ഈ വ്യക്തിക്ക് തോന്നിയത്. ഒരു പക്ഷേ ഏതെങ്കിലും ഫിസിക്കലി ആവാം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും മറ്റു കാര്യങ്ങളിലായിരുന്നു കാണാം ഈ ഒരു വ്യക്തിക്ക് ഒരു അഡിക്ഷൻ തോന്നിയത്. പക്ഷെ ആ ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ബന്ധനത്തിലാണ്. എത്ര ശ്രമിച്ചാലും നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്കും പുറത്ത് കടക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്കും പുറത്ത് കടക്കാൻ പറ്റില്ല. അത്രത്തോളം ഒരു ദൃഢതയുള്ള ബന്ധമാണ്. പക്ഷെ ബന്ധത്തിനുള്ളിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു അഡിക്ഷൻ ഫീലിങ്സ് ആണ് കേട്ടോ. പക്ഷെ അത് ക്ലാരിറ്റിയോട് കൂടി ഇപ്പം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഒരു ബന്ധത്തിൽ സ്നേഹം അല്ലെങ്കിൽ സത്യസന്ധതയേക്കാൾ കൂടുതൽ കടന്നു പോയത്, അതായത് കഴിഞ്ഞു പോയത് വെറും ഒരു അഡിക്ഷൻ ഫീലിങ്സ് ആയിരുന്നു എന്നത് നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വൈകാരികമായിട്ടല്ല ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് യുക്തിപൂർവ്വം ചിന്തിച്ചു തുടങ്ങി. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും ബന്ധത്തെയും കുറിച്ച് ഈ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത് ബുദ്ധിപൂർവ്വമാണ്. അതായത് ഇതൊരു തമാശക്കളിയായിട്ടോ ഇമോഷൻസ് വെച്ച് കളിക്കേണ്ടതോ ആയ കാര്യമല്ല. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു
താൻ വെറുതെ നേരം പോക്ക് പോലെ കളയേണ്ടതല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ്. അവർക്ക് സമാധാനമില്ല കേട്ടോ. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ പല കാര്യങ്ങളും ഫൈറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബിഹേവ് ചെയ്ത കാര്യങ്ങളായിരിക്കാം, നിങ്ങളോട് പെരുമാറിയ പല കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു വ്യക്തി ഇപ്പം ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ, നിങ്ങളോട് പ്രവർത്തിച്ചത്, നിങ്ങളെ വളരെയധികം സ്ട്രെസ് എനർജിയിലേക്ക് തള്ളിവിട്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയ പെയിൻ എനർജികളെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെ ശക്തമായിട്ട് ചിന്തിക്കുമ്പം അവർക്കത് നിലനിൽക്കാൻ പറ്റുന്നില്ല. ചിന്തകളിൽ അവർക്ക് അസ്വസ്ഥത കാരണം അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവരൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരും. അവർ ഈ ഒരു ചെയ്ത പ്രവൃത്തിക്ക് കണക്ക് പറയേണ്ടി വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴവരുടെ മനസ്സിലിപ്പം അവരുടെ ഓപ്ഷൻസുകൾ, അത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തിയാണ്. ഈ വ്യക്തിയിലേക്ക് ഒരുപാട് ആളുകൾ അട്രാക്റ്റഡ് ആകുന്ന പേഴ്സണാണ്. പക്ഷേ ഇപ്പം അതിൽ പ്രഷ്യസ്, അതിൽ നല്ലത് നിങ്ങളുടെ ഗുണം അവർ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും സൺറൈസിങ് എനർജിയാണ് കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ഭാരം, അവരെ ചുമക്കുന്ന ഒരു ഭാരം, അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഒന്നിനു പുറകെ അവരുമായിട്ട് അവരുടെ ലൈഫിലേക്ക് വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നതെല്ലാം അവർക്ക് ഇറക്കി വെക്കണമെങ്കിൽ ഈ ഒരു റിലേഷനിൽ ഒരു പോസിറ്റിവിറ്റി വേണം. അത് അവരറിഞ്ഞില്ലെങ്കിലും അവർക്ക് സമാധാനപരമായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സൗഹൃദമെങ്കിലും അവർ സ്ഥാപിച്ചിരിക്കണം. അതല്ല എങ്കിൽ അവർക്ക് ഈ ഒരു ഭാരം അവർക്ക് ആ ഒരു ലൈഫ് ലോങ് ചുമക്കേണ്ടി വരുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഈ റിലേഷനിൽ ഞാൻ സംതൃപ്തനല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചിറങ്ങിപ്പോയ വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് ഒരു റീയൂണിയൻ പ്രസൻസ് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരണം. അത് ജസ്റ്റിസ് ആണ്, അത് നീതിയാണ്. അതായത് അത് യൂണിവേഴ്സൽ നിയമമാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരേണ്ടത് എന്നുള്ളതാണ് കാണുന്നത്. 2 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒറ്റപ്പെടലും പ്രാർത്ഥനയും നിങ്ങൾ അനുഭവിക്കുന്ന പെയിനുമെല്ലാം നിങ്ങളുടെ ആ ഒരു എനർജി എത്തേണ്ട ഇടത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിംഗ് ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന പേഴ്സണാണ് ഈ വ്യക്തിയെങ്കിൽ അതിനെല്ലാം ഒരു അവസാനം വരുന്നു. പിന്നെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എത്ര അകന്ന് നിന്നാലും മറ്റു പല മാർഗങ്ങളിലൂടെ അന്വേഷിച്ചറിയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആവാം, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന അവർക്കറിയാവുന്ന ചില ബന്ധങ്ങളെ ബേസ് ചെയ്താവാം നിങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിരാശയാണ്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവസാനവും വന്നിരിക്കുന്നത്. വ്യക്തിയുടെ ലൈഫിൽ ടോട്ടലി സ്ട്രെസ് എനർജിയാണ്, പ്രശ്നങ്ങളാണ്. കറക്റ്റായ ഒരു പാതയിൽ സമാധാനപരമായ ഒരു സിറ്റുവേഷൻസിലല്ല ഈ വ്യക്തി കറൻറ്റ്ലി നിൽക്കുന്നത് കേട്ടോ.